ഹായ് ഹലോ, നമ്മളിന്ന് വീണ്ടും ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഒരു സ്പെഷ്യൽ സോസ് കൂട്ടി കഴിക്കണം നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഒരു ടീ ടൈം കേക്ക് ഉണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോണ്ട് കിട്ടിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലും അതുപോലെ വാട്സപ്പിലൊക്കെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് നമ്മളിതിൽ. പിന്നെ നമ്മളിതിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടില്ല. ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് അരിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് 4 മുട്ടയാണ് ഈ കേക്കിന് ആവശ്യമുള്ളത്. ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 4 മുട്ടയും 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. മുട്ട എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ മുട്ട നല്ലോണം ബീറ്റായി കിട്ടുള്ളൂ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ക്രീമി ടെക്സ്ചറൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ കുറേശ്ശെ ചേർത്തിട്ട് ലോ സ്പീഡിലായിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്യണില്ല. ഇനി നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കുത്തി മിക്സ് ആക്കാണ്ട് സോഫ്റ്റ് ആയിട്ട് വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോഴേ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഞാനിത് 2 കളറിലാണല്ലോ ചെയ്യണത്. അപ്പോൾ ഇത് ഈക്വൽ ആയിട്ട് 2 ബൗളിലേക്ക് ഞാൻ ഡിവൈഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒരു ബൗളിൽ നമ്മൾ 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഇനി ഫുഡ് കളർ ആഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. ഈ വൈറ്റ് കളറിലുള്ള വാനില സ്പോഞ്ച് കേക്കായിട്ട് തന്നെ ഈ കേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നല്ലോണം ഇവിടെ കളറൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ വൈറ്റും റെഡ് കളറും ആയിട്ടുണ്ട്. ഇപ്പം ഒരു പാനിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിരുന്നു. അതിലേക്ക് ആദ്യം വൈറ്റ് കളറിലുള്ള കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് റെഡ് കളറിലുള്ള ബാറ്റർ ഒഴിച്ചു കൊടുത്തു. ഇത് ഒന്നും കൂടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ മാർബിൾ കേക്കൊക്കെ ചെയ്യണ ആ ഒരു ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് ഒരു 30-35 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. 25 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്യുക വെന്തുക്കണോ എന്നുള്ളതൊക്കെ ഒന്ന്. അങ്ങനെ ഒരു 35 മിനിറ്റ് ഒക്കെ ആയപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കേക്ക് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. കറക്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു വാനില സ്പോഞ്ച് കേക്ക് അല്ലെങ്കിൽ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ റെസിപ്പി തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമ്മൾ ആ റെഡ് കളർ ചേർക്കണം ആ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു ചെയ്യണ സമയത്ത് ഈ ഒരു റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ ഇന്നത്തെ കേക്കിന് വേണ്ടിയിട്ട് നമുക്കിതിന് സെൻറ്ററിൽ ഒരു ഹോൾട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ട് സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കട്ട് ചെയ്യുമ്പോൾ, കാരണം അത്രയും സോഫ്റ്റ് ഉള്ള ഒരു കേക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ സൈഡ്സൊക്കെ ഒന്ന് പൊട്ടിപ്പോകാൻ ചാൻസസ് ഉണ്ട്. സെൻറ്ററിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള പീസും നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്നും വേസ്റ്റായി പോവില്ല. അതൊന്നൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ടൊരു സോസ് റെഡിയാക്കണം. ഇതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ നല്ലോണം ചൂടാക്കി എടുത്തിരുന്നു. ഇതിലേക്ക് 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കും. ക്രീം നല്ലോണം ചൂടുള്ളതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് പെട്ടെന്ന് മെൽറ്റായി കിട്ടിക്കോളും. അത് കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇപ്പം ചോക്ലേറ്റ് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രീം ചീസ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ സോസ് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നിർബന്ധമൊന്നുമില്ല. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ക്രീം ചീസ് ചേർക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഇതുപോലെ ഒരു പാടങ്ങനെ കെട്ടി നിൽക്കും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക.
നിർബന്ധമൊന്നുമില്ല, ഞാൻ മിക്സിയിലൊന്നും അടിച്ചെടുത്തിട്ടില്ല. ഇപ്പം നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് നല്ലോണം കട്ടിയായിട്ട് വരും. പിന്നെ ഞാൻ കേക്കിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സോസ് ഒഴിച്ചു കൊടുക്കുക. ആദ്യം സെൻറ്ററിലുള്ള ഹോള് ഫില്ല് ചെയ്തതിന് ശേഷം സൈഡ്സിലോട്ട് ആക്കി കൊടുക്കുക. ഇപ്പം എല്ലായിടത്തും നമ്മൾ ഒരുപോലെ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റായിട്ട് കട്ടിയായിട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള കേക്ക് പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വീട്ടിലൊരു പാർട്ടിക്ക് അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിനേക്കാളും കൂടുതലായിട്ട് ടേസ്റ്റുമാണ്. അത്രയും പണിയൊന്നും വരുന്നില്ല ഇതിന്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.